മഴത്തോരു മുമ്പേടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാൻലിൻ്റെ വീട്ടുകാർ അലീനയെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് നാട്ടുകാരുടെ മുമ്പിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ട് തന്നെ അലീനയെ എങ്ങനെയെങ്കിലും പടി ഇറക്കണം എന്നുള്ളതൊക്കെ ആ ഒരു തീരുമാനമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് സ്റ്റാൻലിയോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, അലീനയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, അതേ ഇവിടെ നടക്കുകയുള്ളൂ. അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നുള്ളൊരു അഭിപ്രായം കൊണ്ട് ആരും ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയുകയാണ് സ്റ്റാൻലി. അപ്പോൾ സ്വന്തം അനിയന്മാർക്ക് ഏട്ടനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് തോന്നിയത് കൊണ്ട് തന്നെ അവളെ നേരിട്ട് കണ്ടിട്ട് അവളോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നുള്ളത് തീരുമാനിക്കുകയാണ്. പക്ഷേ സ്റ്റാൻലി ആണെങ്കിൽ നേരെ തിരിച്ച് അലീനയെ കണ്ടാൽ അപ്പച്ചൻ നെട്ടിയതുപോലെ തന്നെ എൻ്റെ അനിയന്മാർ നെട്ടുമെന്നും അവളുടെ ഭാഗത്ത് നിൽക്കുമെന്നും എന്ന് തീരുമാനിച്ചിട്ട് അലീനയും കൂട്ടിയിട്ട് ഒരു ദിവസം തൻ്റെ തറവാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇക്കാര്യത്തെക്കുറിച്ച് ഔദച്ചായനോട് സംസാരിക്കുകയും ഔദച്ചായൻ അത് വേണോ മോനെ, അവിടെ നാട്ടുകാരോ അല്ലെങ്കിൽ അവരോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ മോൾക്കല്ലേ അതിൻ്റെ നാണക്കേട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് ഞാനുണ്ടല്ലോ, എൻ്റെ മോളുടെ ദേഹത്ത് ആരും കൈവയ്ക്കില്ല, അതിന് ഞാൻ അനുവദിക്കില്ല. എനിക്കെന്തായാലും അവളുടെ മേലുള്ള ആ ഒരു ഇത് മാറ്റിയേ പറ്റുകയുള്ളൂ. അപ്പച്ചൻ എന്തായാലും അലീനയെ കണ്ട് ഞെട്ടിയല്ലോ. അമ്മയുടെ മുഖച്ഛായം ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ചിന്നമ്മ എന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ അനിയന്മാരും ഞെട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അവർക്കും അമ്മ എന്ന് വെച്ചാൽ ജീവനായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ അലീനയും കൂട്ടിയിട്ട് സ്റ്റാൻലി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഔദച്ചായൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാൻലി ഇങ്ങനെ അവളെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്, നിങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തിനാ പെൺകൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത്, പിഴച്ച് പ്രസവിച്ചവളെ, അത് നാട്ടുകാരുടെ ഇടയിൽ ഞങ്ങൾക്ക് കൂടുതൽ മോശത്തരം ഉണ്ടാക്കാനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു നാട്ടുകാരും അറിയില്ലല്ലോ വന്നു പോകുന്നത്, അതൊക്കെ നമ്മൾക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ സ്റ്റാൻലി അലീനയും കൂട്ടിയിട്ട് അവിടെ എത്തുകയാണ്. ആദ്യം സ്റ്റാൻലിയാണ് ഇറങ്ങി വരുന്നത്. ആകാംക്ഷയോടുകൂടെ അലീനയെ നോക്കിയിട്ട് അവർ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റാൻലിയെ കണ്ടിട്ട്, എന്താ ഏട്ടൻ അവളെ കൊണ്ടുവന്നിട്ടില്ലേ, ഇനി അത് ഏട്ടൻ പേടിച്ച് നിൽക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, വാ മോളെ അലീന എന്ന് പറഞ്ഞിട്ട് അലീനയെ വിളിച്ച് ഇറക്കുകയാണ്. അങ്ങനെ ആകെ ഷോക്കായിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് റോബിയും ആൽബിയും. ഇത് നമ്മളുടെ അമ്മയുടെ അതേ മുഖച്ഛായമാണല്ലോ, ഇത് എന്ത് അത്ഭുതമാണ് എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അവർ നിൽക്കുന്നത്. റോബിയുടെ ഭാര്യയാണെന്നുണ്ടെങ്കിലും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അമ്മച്ചിയുടെ അതേ മുഖച്ഛായമാണല്ലോ, ഇതെന്തായാലും സ്റ്റാൻലി ഏട്ടൻ്റെ മകൾ തന്നെയാണുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇതേ മുഖച്ഛായയും അതേ രൂപവും ഭയങ്കര അത്ഭുതം തന്നെയാണ്. എന്തായാലും ഇത് നല്ല രീതിയിൽ തന്നെ ഇനി കൈകാര്യം ചെയ്യുന്നതേ നമുക്ക് നടക്കത്തുള്ളൂ. കാരണം അമ്മച്ചിയെ ഈ നാട്ടുകാർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ എന്ത് രീതിയിലും ഏത് രീതിയിലും നമ്മൾ പറഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ നോക്കിയാലൊന്നും നടക്കത്തില്ല. കാരണം അമ്മച്ചിയുടെ അതേ പകർപ്പ് തന്നെയാണല്ലോ ഇവള്, അതുകൊണ്ട് ഇനി ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ, അല്ലാതെ ഒരു വഴിയുമില്ല എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ തീരുമാനിക്കുകയാണ്.